ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് എന്നെ ഇഷ്ടല്ലേ? നിനക്ക് എന്റെ മുഖം ഇഷ്ടല്ലേ? എന്റെ ശബ്ദം ഇഷ്ടല്ലേ? എന്റെ ക്യാരക്ടർ നിനക്ക് ഇഷ്ടല്ലേ? എന്താ രാജു നീ എന്നെ ഇഷ്ടപ്പെടാത്ത? നീ അവനെ മനസ്സിൽ കൊണ്ട് നടന്നോ? നീ പിന്നെ എന്തിനാ എന്റെ പിന്നെ വന്ന് കണ്ണുപൊത്തിയത്? നിന്നോട് ആര് പറഞ്ഞു? നീ എന്ത് ധൈര്യത്തില് എന്റെ പുറകിലൂടെ എന്റെ മുഖത്ത് ടച്ച് ചെയ്തത്? ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നവനാ. നിന്നെ തൊട്ടെന്നൊക്കെ ഇരിക്കും. അതിന് നീ ഇത്രമാത്രം ഫീൽ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ എന്റേതാവേണ്ട പെണ്ണാ നീ. അത് നാളെയല്ലേ? നിന്നെ തൊട്ടതങ്ങ് വിട്. നിന്നെ തൊട്ടപ്പോ നിനക്ക് പൊള്ളിയൊന്നും ഇല്ലല്ലോ. സത്യം പറയടി, നിന്റെ മനസ്സിൽ ഇപ്പോഴും രാജു തന്നെയല്ലേ? എന്താടി മിണ്ടാ നിൽക്കുന്നേ? വാതൊന്ന് പറയടി. എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? മോളെ കലം പിടിക്കല്ലേ. അടങ്ങി നിക്കടി. ബലം പിടിക്കൽ നല്ലടി. നിന്നോട് ഞാൻ പറഞ്ഞേ. ദീപകേ, അവളെ കൈ വിടാ. കൈ നിന്ന് വിടാനോ? എന്റെ വീട്ടിൽ വെച്ച് എന്റെ പെണ്ണിന്റെ കൈ പിടിക്കുമ്പോ പെണ്ണിന് പ്രശ്നം, പെണ്ണിന്റെ ചെറിയമ്മാന് പ്രശ്നം. ഇത് കൊള്ളാലോ. ഇതൊക്കെ മതിയാക്ക്. മര്യാദകളുടെ കൈ വിട്. കൈന്ന് ഞാൻ വിടില്ല. നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? നിങ്ങൾ അമ്മാവനെ വിളിക്കോ? വിളിക്ക്. ഞാനിവളെ തൊട്ടാൽ എന്താ പ്രശ്നമെന്ന് എനിക്കറിയണല്ലോ. ദീപക്കെ, വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നീ കുറെ നാളെ തുടങ്ങിയിട്ട് എന്തിനാണ് ആ പാത്തിന് ഉപദ്രവിക്കുന്നത്? ഹിടോ, കൈ താഴ്ത്തടാ. ഇവിടെ താഴ്ത്താൻ. എന്താ ഇവിടെ പ്രശ്നം? ഞാൻ ഇവിടെ വെച്ച് ഋതികം തൊട്ടു. അതിനാ ഇയാള്. ദീപകേ, മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്റെ ചെറിയ മോനല്ലേടാ ഇത്? ക്ഷമ ചോദിക്കടാ. സോറി അമ്മാവ. ശേഖര, നീ പോ. എടാ, നീ എന്തിനാടാ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊക്കെ ഒപ്പിക്കുന്നേ? രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കല്ലേ. നീ എന്തിനാണ് അവളെ കയറി പിടിക്കാൻ പോയേ? അമ്മേ, ഞാൻ പിടിച്ചൊന്നുമില്ല. ഞാൻ പുറകോട് ചെന്നൊന്ന് കണ്ണുപൊത്തിയതേ ഉള്ളൂ. എന്തിന്? കണ്ണുപൊത്താൻ പോയിരിക്കുന്നവൻ. എടാ, നീ ഇങ്ങ വന്നേ. അമ്മേ, അമ്മ എന്തിനാ എല്ലാത്തിനും എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? എടാ, വേഗോളം കാത്തില്ലേ, ഇനി ആറുവോളം ഒന്ന് കാക്കടാ. ഞാനങ്ങനെ ആർത്തി മുത്ത് കയറി പിടിച്ചൊന്നുമല്ല. ഞാനൊരു തമാശ കാണിച്ചതാ. ഇപ്പൊ തമാശ കാണിക്കേണ്ട സമയമൊന്നും അല്ല. വേഗം വന്നേ. വരാൻ. സോറി ഋതിക മാഡം, ഞാൻ മാഡത്തെ ഒരുപാട് വിഷമിപ്പിച്ചു. ഞാൻ ഈ റൂമിലേക്ക് കയറി വരുമ്പോ മാഡത്തിന്റെ പ്രസൻസ് ഉള്ളതായിട്ടാ എനിക്ക് തോന്നുന്നത്. ഋതിക മാഡം ഇപ്പൊ ഒരുപാട് വിഷമിക്കുകയാണെന്ന് എനിക്കറിയാം. ഋതിക മാഡത്തിന് മറ്റാരെങ്കിലും പ്രണയിച്ച പോരായിരുന്നോ?
എന്തിന് ഈ പാവൻ രാജുവിനെ പ്രണയിച്ചു? 1000 അതിർവരമ്പുകൾക്ക് ഇപ്പുറം നിൽക്കാൻ ഞാൻ. ആ വരമ്പുകളെല്ലാം മറികടന്ന് ഹൃതിക മാഡത്തിന്റെ അടുത്തേക്ക് വന്ന് മാഡത്തിന്റെ പ്രണയത്തിന് കൈതരാൻ എനിക്കാവില്ല. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെയായിരുന്നു നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ ജീവിച്ചിരുന്നെങ്കിലും ഹൃതിക മാഡത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെന്റ്സ്. രാജു, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു രാജു. എന്താ നീ എന്റെ സ്നേഹം മനസ്സിലാക്കാത്ത? എന്നോട് അല്പം പോലും പ്രണയമില്ലേ രാജു? എന്റെ ജീവിതത്തില് എനിക്ക് ആരോടും പ്രണയം ഉണ്ടായിട്ടില്ല. ആദ്യമായി ഈ കുട്ടി എനിക്ക് പ്രണയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയത് ഹൃതിക മാഡത്തെയാണ്. പക്ഷെ എന്റെ സാഹചര്യങ്ങൾ, എന്റെ സ്ഥാനം, ഞാൻ ഒരിക്കലും ഹൃതിക മാഡത്തെ അറിയിക്കുന്നില്ല എന്ന ബോധ്യം അതെനിക്കുള്ളതുകൊണ്ട് എന്റെ മനസ്സിൽ ആ പ്രണയത്തെ ഞാൻ എന്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയത്. രാജു, നിനക്കെന്നെ പ്രണയിച്ചാൽ എന്താ? എന്തുകൊണ്ട് നീ എന്നെ പ്രണയിക്കാത്ത? നിനക്ക് എന്നെ ഇഷ്ടല്ലേ? നിനക്കെന്റെ മുഖം ഇഷ്ടല്ലേ? എന്റെ ശബ്ദം ഇഷ്ടല്ലേ? എന്റെ ക്യാരക്ടർ നിനക്ക് ഇഷ്ടല്ലേ? എന്താ രാജു നീ എന്നെ ഇഷ്ടപ്പെടാത്ത? എനിക്ക് നിന്നെ എന്തിഷ്ടമാണെന്ന് അറിയോ രാജു? ഞാൻ നിന്നെ എന്തുമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് അറിയോ? എന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായത് നീ എന്റെ ഒപ്പുണ്ടെന്ന് മനസ്സിലായതിനു ശേഷം. നീ ഒപ്പുണ്ടായിരുന്ന ഓരോ നിമിഷവും ഞാൻ എന്തുമാത്രം ആസ്വദിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഹൃതിക മാഡം സുന്ദരിയ. ഹൃതിക മാഡത്തിന്റെ സംസാരം അതിങ്ങനെ എന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നത് പോലെ. ഹൃതിക മാഡത്തിന്റെ സ്വഭാവം അതെനിക്ക് പറയാനില്ല. ഞാൻ ഏറ്റവും സ്വഭാവ ഗുണം ഒരു സ്ത്രീയിൽ കണ്ടിട്ടുള്ളത് അത് എന്റെ അമ്മയില്. അതേ സ്വഭാവ ഗുണം ഹൃതിക മാഡത്തിനുള്ളത്. ഹൃതിക മാഡത്തെ എന്റെ ജീവിത സഖിയാക്കാൻ സാധിക്കാത്തതില് നഷ്ടം എനിക്ക് മാത്രം. അകലേ നോവിനാലേ